ഹായ് നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ഗ്രേവിയാണ്. അത് ക്യാപ്സിക്കും ആ ഐറ്റംസൊക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 50 ആൾ കഴിക്കാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കോഴിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്കും അത് ഉണ്ടാക്കുന്ന രീതിയിലേക്കും നമുക്ക് പോകാം. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് പോകാം. ഓക്കെ. കോഴി നമ്മൾ ചേലക്കര മാർക്കറ്റിൽ പോയിട്ടാണ് എടുത്തത്. നല്ലോണം കഴുകി വൃത്തിയാക്കുക, നമ്മുടെ കണ്ണം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അത് 12 കിലോ കോഴിയാണ് നമ്മൾ മേടിച്ചത്. സുഖമായിട്ടൊരു 50 ആൾക്ക് കഴിക്കാവുന്ന 65 ഉണ്ടാക്കുന്നത്. നല്ലോണം തിരുമ്മി കഴുകണം. മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ചില്ലിയാണ് കേട്ടോ, കാശ്മീർ ചില്ലിയാണ് കേട്ടോ നമ്മൾ. ഉപ്പ് അതൊക്കെ നമ്മളൊരു അളവ് നോക്കിയിടണം. നമ്മളിപ്പോൾ അതിലേക്കൊരു ചുരുങ്ങിയതൊരു 300 ഗ്രാം കോൺഫ്ലവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. നമ്മൾ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കണം കേട്ടോ. ആദ്യം കോഴി വറുത്തെടുക്കണം, അതിനുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നന്നായി ഇത് മിക്സ് ചെയ്യാലേക്ക് നന്നായിട്ട് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത്. ഇത് മണ്ണാത്തിപ്പാറയാണ് സ്ഥലം കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്ത്. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് പൊരിക്കാൻ പോവാം. പൊരിച്ചെടുക്കണം ഇനി കോഴി. അപ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ കത്തിച്ച് കണ്ണൻ വീട്ടിൽ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വരികയാണ്. ക്യാപ്സിക്കും അതുപോലെ ക്യാപ്സിക്കം 3 കളറുള്ള ക്യാപ്സിക്കം നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ സബോള, തക്കാളി, അതുപോലെ സോസ്, അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് ഇനി എണ്ണയൊക്കെ പൊരിച്ചെടുക്കാം. ഇതിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാം. ഓവറായിട്ട് വെന്ത് പോകരുത്, ഓവറായിട്ട് മൊരിയരുത്. 65ലേക്ക് എടുക്കുമ്പോൾ ഓവറായിട്ട് മൊരിഞ്ഞ് പോകരുത്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗത്തുള്ള സീനറി കേട്ടോ. ഇതിൽ പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, അത് തോലോടുകൂടി ചതച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. കുറച്ച് കറിവേപ്പില ഇടാം, അത് ഒന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും. കോഴി വറുത്ത് കോരാം. ഓവറായിട്ടുള്ള ഐറ്റംസുകളൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ, കുറച്ച് ഐറ്റംസിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ കൂട്ടുകാർ
മനോജ്, അതുപോലെ നമ്മുടെ അളിയൻ അവർ ഇവിടെ പോയി വന്ന വഴിയാണ്. പൊരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇടണം. ഇത് ചതച്ച് വെച്ചാട്ടോ, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചതാണ്. അത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു 100 ഗ്രാം എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം പച്ചമുളക്, 100 വെളുത്തുള്ളി, ആ ലെവലിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നല്ലോണം ഒന്ന് മസാല ആക്കുമ്പോഴേക്ക് സബോള ഇടാം. സബോള ഇങ്ങനെ പൊളിച്ചെടുക്കുക ചെയ്യുക കേട്ടോ, അരിയല്ല. ഓരോ ലെയറായിട്ട് പൊളിച്ചെടുത്തിട്ട് ഇതൊന്നും അധികം ഇനി വേവാൻ പാടില്ല, ഒരു ഹാഫ് വേവാൻ പാടുള്ളൂ. ഇതാണ് ഞാൻ ചതച്ച് വെച്ച് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ചതച്ചത് കുറച്ച് ഈ എണ്ണയിലിട്ട് മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞത് മിക്സ് ചെയ്യാം. ഓവറായിട്ടൊന്നും വെന്ത് പോകരുത്. അതിങ്ങനെ കാണണം, അതിൻ്റെ ആ എന്താ പറയുക, വെന്തിട്ട് നല്ല അതിൻ്റെ നിറം മാറി പോകരുത്. തക്കാളിയാണ്, അത് ഓവറായിട്ട് വേണ്ട കേട്ടോ. തക്കാളി കുറച്ച് മതി. ഞാൻ ആകെ 4 തക്കാളി എടുത്തിട്ടുള്ളൂ ഇതിലേക്ക്, ഇത്രയും ഐറ്റംസിലേക്ക്. കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത്, മറ്റുള്ള പൊടികളൊന്നും ഇതിൽ ആവശ്യമില്ല. സോയാ സോസ്, ഞാൻ അതിലേക്ക് ഒരു ബോട്ടിൽ സോയാ സോസാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, വലിയ ബോട്ടിൽ. അത് ടൊമാറ്റോ സോസാണ്. ചില്ലി സോസ് നമുക്ക് കാണാണ്ടല്ലോ, അതിൻ്റെ കളറ് ഓവറായിട്ട് വെന്ത് പോകരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കളറ് മാറിപ്പോവും. ഇനി നമുക്ക് കോഴിയിട്ട് മിക്സ് ചെയ്യാം. അടിയുന്ന ഗ്രേവി, ആ സോസിൻ്റെയൊക്കെ ഗ്രേവി ഉണ്ടല്ലോ, അതൊക്കെ ഓരോ ചിക്കൻ്റെ മുകളിലും ആവുന്ന രീതിയിൽ നല്ലോണം ഇളക്കിയെടുക്കും. കസ്തൂരി മേത്തിയാണ് കേട്ടോ അത്. ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. കസ്തൂരി മേത്തി വറക്കുമ്പോൾ ഇടുക. അപ്പോൾ എന്താ വെച്ചാൽ കോഴിയുടെ മുകളിൽ പിടിക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും. ഇങ്ങനെ കുറച്ച് ബാക്കി അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. മനോജ ടേസ്റ്റ് ചെയ്തേ. അപ്പോൾ നമ്മുടെ 65 റെഡി ആയിട്ടുണ്ട്. 65 ഗ്രേവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.